ഇന്നത്തേത് ഒരു ഈവനിങ് വ്ലോഗ് ആണ് കേട്ടാ. ഇവന്മാര് രണ്ടുപേരും കൂടൊരുക്കണ തിരക്കിലാണ് കേട്ടാ. അതും നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് താഴെയുള്ള ചെടികളിലാണ് ഇവര് കൂട് വെക്കണേട്ടാ. എന്ത് ധൈര്യത്തിലാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവന്മാര് മാത്രല്ല, ഈവനിങ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കിളികളുണ്ട് നമ്മുടെ മുറ്റത്തും പുറകിലൊക്കെ ആയിട്ട്. വൈകുന്നേരം ഇപ്പൊ നല്ല മഴക്കാരുണ്ട്, പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ നല്ല അൺസൈക്കബിൾ ചൂടും ഉണ്ട് കേട്ടോ ഇവിടെ. എന്റെ സ്വന്തം കിളികൾ ദേ ഫുട്ബോൾ കളിയൊക്കെ ആയിട്ട് കളികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ജാനുവിന്റെ മുമ്പിലേക്ക് കുതിച്ചു പാഞ്ഞു വന്ന ബോളിനെ അവളും തോക്കിൻ മുനയിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടാ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നന്നായി വിശർത്ത് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഏട്ടനും കൂടി വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ തറവാട്ടിലേക്ക് പോന്നു കേട്ടാ. ഒരു വർഷം മുൻപ് വരെ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ഇതാണ് കേട്ടാ. ഇതാണ് നമ്മുടെ തറവാട്. ഇതേ ഇരിപ്പ് തന്നെയാണ് ഞാനും പ്രശാന്തേട്ടനും ഇരിക്കാറുള്ളതും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ. ഇതാണ് ഞങ്ങളുടെ ഓമനു. ഇതാണ് കേട്ടാ പ്രശാന്തേട്ടന്റെ അമ്മ. വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാ പോന്നേ. എന്നാലും അമ്മ ചായ വെക്കട്ടേന്ന് ചോദിച്ചപ്പോ അന്ന് അമ്മ വെച്ചു അമ്മേന്ന് പറഞ്ഞുട്ടാ. പിള്ളേരാണെങ്കിൽ ചെന്നപ്പോ തൊട്ട് അവരെ പണ്ടത്തെ കസേരയും ഇരുന്ന് ഒരാളെ അങ്ങോട്ട് ഉന്തിക്കൊണ്ടുപോണു, ഒരാള് കറക്കണു. ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ മേളട്ട. എന്തായാലും നമ്മുടെ പഴയ വീട് കാണണം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ ഈ വീട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചുറ്റി കാണിക്കാം. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇവിടെ ഇരുന്നാണ് എല്ലാരും കൂടി ഇരുന്ന് TV കാണാറ്. അവിടെ ഒരു റൂമുണ്ട്, ഇപ്പുറത്തൊരു റൂമുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോവാം. ഞങ്ങളുടെ റൂം ഇതായിരുന്നു കേട്ടാ. ഇപ്പൊ അച്ഛനാണ് കേട്ടോ ആ റൂമിൽ കിടക്കുന്ന. അച്ഛനെ ബ്ലേസ് ചെയ്യാണ്, അതാണ് കാണിക്കാതിരുന്നത്. പിന്നെ കിടക്കുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ കടക്കുമ്പോ തന്നെയുള്ള 2 ഡോറ് 2 റൂമുകളാണ് കേട്ടാ. നമ്മുടെ ഡൈനിങ് അവിടെ നിന്ന് കിച്ചണിലേക്കാണ് കിടക്കുന്നത്. 2 കിച്ചൺ ആയിട്ടാ ഇരിക്കണേ. ഒന്ന് വിറകടുപ്പുള്ളതും ഒന്ന് ഇതുപോലത്തെ ഒരു ചെറിയ കിച്ചണും. അങ്ങനെ ദേ അമ്മ ചായ ഒക്കെ റെഡിയാക്കി. അമ്മയുടെ ഫേവറേറ്റ് ആളാണ് കേട്ടോ ജാനു. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ജാനുവിനെ ഒന്ന് ഒഴിയും അമ്മ. അങ്ങനെ ദേ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായയും പപ്പടമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ എന്തിട്ടോ കവറിൽ കൊണ്ടുവരുന്നുണ്ട്. എപ്പ ചെല്ലുമ്പോഴും എന്തെങ്കിലും അമ്മ തന്നു വിടൂട്ടാ. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു കേട്ടാ.